തെന്മല ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഒരാൾക്ക് പോലും വീട് നൽകിയിട്ടില്ലെന്ന ഇടതു നേതാക്കളുടെ പ്രചരണത്തിനെതിരെ തെളിവുകൾ നിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ എന്നിവരുടെ വാർത്താ സമ്മേളനം. UDF ഭരണസമിതി അനുവദിച്ച മുഴുവൻ വീടുകളുടെയും വിശദ വിവരമടങ്ങിയ രേഖ വാർത്താ സമ്മേളനത്തിൽ കെ ശശിധരൻ പുറത്തുവിട്ടു. 2020 ജനറൽ വിഭാഗത്തിൽ വീടുകൾ ലഭ്യമാകാത്തത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാലും ലോൺ എടുക്കുന്നതിന് അനുമതി നിഷേധിച്ചതിനാലുമാണെന്ന് ശശിധരൻ തുറന്നടിച്ചു. 2021 ലൈഫ് പദ്ധതി ഫേസ് 3 പ്രകാരം 135 വീടുകളും ലൈഫ് പദ്ധതി ST വിഭാഗത്തിൽ 24 വീടുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ 2020 ലിസ്റ്റിൽ 81 പേർക്കും തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 19 വീടുകൾക്കും തുക അനുവദിച്ചു. സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് മറച്ചുവെച്ച് പഞ്ചായത്തിലെ മുഴുവൻ ഭവന നിർമ്മാണ പദ്ധതികളും മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് LDF ശ്രമം നടത്തിയത്. ഇടതുമുന്നണിയുടെ സൈബർ പോരാളികളെ നേരിടാൻ UDF പിന്നിലാണെന്നും പക്ഷെ ജനങ്ങൾ ഇക്കാര്യത്തിൽ മറുപടി നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഇരുവരും പറഞ്ഞു. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദിവസം തന്നെ ഓൺലൈനായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിന്റെ ഉദ്ഘാടനം നടത്തിയതിനു ശേഷമാണ് ST വിഭാഗക്കാരുടെയും SC വിഭാഗക്കാർക്കുള്ള വീടിന് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ അനുവദിച്ചത്. ഇതൊക്കെ സത്യം ഇതാണ്. ഏതാണ്ട് 278 പേര് പണി ചെയ്ത് ഈ ഗവൺമെന്റ് പ്രകാരം പണി പൂർത്തീകരിക്കുന്ന നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ 247 പേർ മാത്രമാണ് പണി പൂർത്തീകരിച്ചത്. ഇനി 31 പേർ കൂടി പണി പൂർത്തീകരിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 247 പേരുടെ ഭവന നിർമ്മാണത്തിന് പൈസ അനുവദിച്ചു, അവർ പണി പൂർത്തീകരിച്ചു. ഇത് കഴിഞ്ഞ ഭരണസമിതിയേക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി 31 പേർ പൂർത്തീകരിക്കാനുള്ളത് അത് അവരുടേതായ കുഴപ്പം കൊണ്ടാണ്. അവർ ആദ്യം വീട് മേടിച്ചിട്ടുള്ളവരും എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ഇങ്ങോട്ട് ഫണ്ട് വാങ്ങിക്കാൻ വരാത്തവരുമായ 31 പേരുണ്ട്. ഇത്രയും പേരാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഒരു കാര്യം സത്യമാണ്, 2020 ലിസ്റ്റിൽപ്പെട്ട ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റ് 1 ലക്ഷം രൂപ പ്രകാരം ഇവിടെ 450 ഗുണഭോക്താക്കളാണ് ജനറൽ വിഭാഗത്തിലുള്ളത്. 2020 ലക്ഷം പ്രകാരം 4.5 കോടി രൂപ അനുവദിക്കുകയും ഖഡ്കോയിൽ നിന്ന് വായ്പ എടുക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് കാരണം സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി ഇത്തരത്തിൽ നീണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഒരു പദ്ധതി എങ്ങനെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയും? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കൃത്യമായ രീതിയിൽ 40,000 രൂപ വീതം ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഈ 2021-22 പ്രോജക്റ്റ് മുതൽ 2025-26 പ്രോജക്റ്റ് വരെ ലൈഫ് മിഷൻ നമ്മൾ പൈസ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് രസകരമായൊരു കാര്യം, ഇപ്പൊ ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തതിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവ് നൽകി. ആ ഉത്തരവ് 25/10/2025 ഇറങ്ങിയ ഉത്തരവാണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് തെന്മല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഫണ്ട് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട പട്ടികജാതിക്കാരെങ്കിൽ ബാലൻസ് പണി പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അവരെ എല്ലാം ഉൾപ്പെടുത്തി ഖഡ്കോയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നതാണ് പറഞ്ഞത്. ഈ ഉത്തരവ് 2021 സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരുന്നെങ്കിൽ തെന്മല പഞ്ചായത്തിലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ 4-5 ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാനും ഈ ഗവൺമെന്റ് ജനങ്ങളെ ലൈഫ് മിഷന്റെ പേര് പറഞ്ഞ് യഥാർത്ഥത്തിൽ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കള്ളം 100 പ്രാവശ്യം പറഞ്ഞാൽ സത്യമായി മാറുമെന്ന് വിശ്വസിക്കുന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രചരണം. അതിനോട് പിടിച്ചിരിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒരു തരത്തിലുള്ള പ്രചരണത്തിന്റെ കാര്യത്തിൽ അവരോട് പിടിച്ചിരിക്കാൻ കോൺഗ്രസിന്റെ ആളുകൾക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തുറന്ന് സമ്മതിക്കുക. എന്നെ സംബന്ധിച്ചോളം ഞാൻ 30 വർഷക്കാലമായി ജനപ്രതിനിധി. ഞാൻ ഭരണഘടന പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഒന്നും പെരുപ്പിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും അതിശയോക്തിയാകുന്ന രീതിയിൽ ഒരു അവകാശം ഉന്നയിച്ചിട്ടില്ല. ആര് ഇപ്പം MLA കൊണ്ടുവന്നാലും MP കൊണ്ടുവന്നാലും പിന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാലും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനതിനെ പോസിറ്റീവായി കാണുന്ന ആളാണ്. അവരെ അഭിനന്ദിക്കും, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് പറയുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് സത്യം. മറ്റ് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയും മറ്റ് സ്വകാര്യ ചാനൽ വഴിയും നടത്തുന്ന പ്രചരണങ്ങളെല്ലാം വ്യാജമാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഈ ഭരണസമിതി ഇത്തരത്തിലുള്ള പരിമിതികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന ഉണ്ടായിട്ടും ലൈഫ് മിഷൻ പദ്ധതി നടത്തിപ്പിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ
പഞ്ചായത്തുകളെ തകർക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടും 247 വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി 31 വീടുകളുടെ പണി അത് ഗുണഭോക്താക്കളുടെ അവരുടെ അലംഭാവം കൊണ്ടാണ് അതിന് പണി ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. 278 വീടുകൾ യഥാർത്ഥത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ഗുണഭോക്താക്കളുടെ സഹകരിച്ച് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇതാണ് വസ്തുത. ഈ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ട് തെന്മല ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വീടുകളും കൊടുത്തിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകുവാനോ അല്ലെങ്കിൽ പരാതി പറയുവാനോ നടപടി സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും ഗവൺമെന്റിന്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് തരാത്തതുകൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ അതിനനുകൂലമായ നിലപാട് മാത്രം സ്വീകരിക്കുക അല്ലെങ്കിൽ അതിനെതിരെ അതിനുവേണ്ടി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് പലപ്പോഴും ഞങ്ങൾ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരോട് തന്നെ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ MLA വഴി സംസ്ഥാന സർക്കാരിനോട് ബന്ധപ്പെട്ട് തെന്മല പഞ്ചായത്തിലെങ്കിലും ഈ ജനറൽ വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തികച്ചും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ളതല്ലാതെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇവർ സമരം നടത്തേണ്ടതും ആരോപണം ഉന്നയിക്കേണ്ടതും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയല്ല, മറിച്ച് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി എന്നുള്ള നിലയിൽ നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലുമാണ് തെന്മല പഞ്ചായത്തിലെ സഖാക്കൾ. നാട്ടുവാർത്ത തെന്മല.